സർക്കാരിൽ നിന്ന് അനുകൂല നിലപാട് ലഭിക്കുന്നതുവരെ സമരത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് അനിശ്ചിതകാല പണിമുടക്ക് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയ ശേഷം മുഴുവൻ ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ മടങ്ങിയെത്തി. വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ആശമാർ. സംസ്ഥാന സർക്കാർ ആഗോള നിക്ഷേപ സംഗമം നടത്തിയിട്ട് വരട്ടെയെന്നും ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉണ്ടാകുമെന്നും സംഘടനാ ഭാരവാഹി കൂടിയായ എസ് മിനി മാധ്യമങ്ങളോട് പറഞ്ഞു. സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഓണറേറിയത്തിന് ഉപാധികൾ ഒഴിവാക്കി കുടിശ്ശിക നൽകാൻ തീരുമാനമായെങ്കിലും ഓണറേറിയം 21,000 രൂപയാക്കുന്നത് നിലവിൽ അസാധ്യമാണെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കി ഉയർത്തുന്നതും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ല. ആശമാരിലൂടെ നടത്തുന്ന ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ പേർ സമരരംഗത്തിറങ്ങിയാൽ തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇത് സർക്കാരിനുമേൽ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാപ്പകൽ സമരത്തിൽ നിന്നും മാറി അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും ആശാവർക്കർമാർ തീരുമാനിച്ചിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.